ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യത്തിൽ ലാലേട്ടനോ ബിഗ് ബോസോ മറ്റാരും കാണാത്ത കാര്യം അനുമോൾ എങ്ങനെ കണ്ടു എന്ന ലാലേട്ടൻ്റെ ചോദ്യത്തിന് അതെങ്ങനെ എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ടു എന്ന ഒരൊറ്റ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യത്തിൽ ലാലേട്ടനോട് അവൾ കാണിച്ചത് ഡിസ്റെസ്പെക്റ്റാണ്. അവൾ അപമര്യാദയായാണ് ലാലേട്ടനോട് ബിഹേവ് ചെയ്തത്. അവൾക്ക് മൂത്തവരോട് വലിയ റെസ്പെക്റ്റാണ് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. എന്നിട്ടും ഇത്ര സീനിയറായ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ഞങ്ങൾ ആരും കണ്ടില്ല എന്ന് പറയുന്ന കാര്യം അനുമോള് ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞത് സത്യത്തിൽ ലാലേട്ടനെ അപമാനിച്ചതാണ്. മറ്റാരും കാണാത്ത കാര്യം, അല്ലെങ്കിൽ ലാലേട്ടനോ ബിഗ് ബോസോ മറ്റാരും കാണാത്തൊരു കാര്യം അനുമോള് മാത്രം കാണാൻ അവൾക്ക് എന്താ വല്ല തൃക്കണ്ണോ ജ്ഞാനദൃഷ്ടിയോ എന്തെങ്കിലും ഉണ്ടോ? അവൾ സത്യത്തിൽ ലാലേട്ടനെ അപമാനിക്കുകയായിരുന്നു. മലയാളികളുടെ മഹാനായ ഒരു നടനാണ്. ഈ ഒരു ഷോയുടെ ഹോസ്റ്റായ ഒരു വ്യക്തി വന്ന് പറഞ്ഞിട്ട് പോലും തൻ്റെ തെറ്റ് മനസ്സിലാക്കാതെ, തെറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ താൻ പറഞ്ഞ അതേ കാര്യത്തിൽ ഉറച്ചു നിന്നത് സത്യത്തിൽ ലാലേട്ടനെ അപമാനിക്കുകയായിരുന്നു എന്ന കാര്യമാണ് ആദിലയും നൂറയും കൂടിയിരുന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ഒരു കാര്യം അനുമോൾ പറഞ്ഞിരിക്കുന്നത് വളരെ വലിയൊരു അലിഗേഷനാണ്. രണ്ട് കണ്ടസ്റ്റൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഷോയിലെ രണ്ട് കണ്ടസ്റ്റൻറ്റിൻ്റെ വ്യക്തി ജീവിതത്തെ, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിനെ ബാധിക്കുന്ന, ഈ പുറത്തവർക്ക് ഒരു ലൈഫുണ്ട്, ആ ലൈഫിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള അത്രയും വലിയൊരു ഗുരുതരമായ ഒരു ആരോപണം നടത്തിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ അത്തരത്തിലൊരു കണ്ടസ്റ്റൻറ്റിനെ വീണ്ടും ആ ഒരു ഷോയിൽ പിന്നെ എന്തിന് തുടരാൻ അനുവദിച്ചു എന്നൊരു ചോദ്യം കൂടി പ്രേക്ഷകർക്ക് ചോദിക്കാനുണ്ട്. അനുമോൾ അങ്ങനെ തെറ്റ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ അനുമോൾ ഒരു രണ്ട് കണ്ടസ്റ്റൻസിനെ കുറിച്ച് ക്യാരക്ടർ അസാസിനേഷൻ നടത്തി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള റൂമർ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഫേക്കായ ആരോപണം നടത്തി എന്നുണ്ടെങ്കിൽ സ്പോട്ടായി ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ നിന്നും റിമൂവ് ചെയ്യുകയല്ലേ വേണ്ടത്, അവിടെ നിന്നും എവിക്റ്റ് ചെയ്യുകയല്ലേ വേണ്ടത്. കാരണം ആ ഒരു കണ്ടസ്റ്റൻറ്റ് മറ്റുള്ളവരുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആ ഒരു ഷോയുടെ ഹോസ്റ്റിനെ അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞു, ഷോയുടെ ഹോസ്റ്റിനെ റെസ്പെക്റ്റ് ചെയ്തില്ല, ആ ഒരു ഷോയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ടും ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ നിർത്തുന്നു എന്നുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ലാലേട്ടൻ തന്നെ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഞങ്ങൾ 3-4 മണിക്കൂർ ഞാൻ US-ലായിരുന്നു, ഞാനോ ബിഗ് ബോസിൻ്റെ മറ്റ് ക്രൂ മെമ്പേഴ്സോ ചികഞ്ഞ് പരിശോധിച്ചിട്ടും കാണാത്തൊരു ഫൂട്ടേജ് അനുമോൾ എങ്ങനെ കണ്ടു, അനുമോൾ അത് കാണാൻ എങ്ങനെ അനുമോൾക്ക് സാധിച്ചു എന്നതൊക്കെ ലാലേട്ടൻ ചോദിക്കുമ്പോഴും അനുമോൾ ഒരൊറ്റ സ്റ്റാൻഡേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ടു. അനുമോളുടെ ഈ ഒരു സ്റ്റാൻഡ് കൊണ്ട് ഒരുപാട് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതായത് അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. അനുമോൾ പറഞ്ഞ ആ ഒരു അനുമോളുടെ നിലപാട് കൊണ്ട് തന്നെ പല പ്രേക്ഷകരും ഇപ്പോഴും അവിടെ അങ്ങനെ എന്തോ നടന്നിട്ടുണ്ട് എന്നത് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇത് ഫാമിലി ഓഡിയൻസ് കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഞങ്ങളാരും അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളത്. പക്ഷേ ലാലേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യത്തേക്കാൾ കൂടുതൽ ആളുകൾ ഗ്രാസ്പ് ചെയ്തിരിക്കുന്നത് അനുമോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യത്തെ തന്നെയാണ്. അതായത് അവിടെ അങ്ങനെ ഞാൻ കണ്ടു എന്ന അതേ കാര്യത്തെയാണ്. അപ്പോൾ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് 2-3 ജനറേഷൻസ് ഒന്നിച്ചിരുന്ന് കാണുന്ന, ഫാമിലി ഓഡിയൻസ് കാണുന്ന ഈ ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നാണമില്ലേ, ഉളുപ്പില്ലേ, നിങ്ങൾ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പോലും യാതൊരു കുലുക്കവുമില്ലാതെ ആ കണ്ടസ്റ്റൻറ്റ് നിന്ന നിൽപ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് അനുമോൾ തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു എന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ഇപ്പോഴും അനുമോൾ പറഞ്ഞ ആ ഒരു കാര്യം ഫേക്കാണ് എന്നത് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഫേക്കാണ് എന്ന് പറയുന്നതിന് പകരം, വാക്കാൽ പറയുന്നതിന് പകരം ഇനി അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് അതിൻ്റെ ക്ലിപ്സ് വല്ലതും, അല്ലെങ്കിൽ വിഷ്വൽസ് പ്രേക്ഷകരെ കാണിച്ചാൽ മതിയായിരുന്നല്ലോ. പക്ഷേ അതൊന്നും കാണിക്കാതെ ലാലേട്ടൻ തന്നെ ഇത്രയും തൻ്റെ സെൽഫ് റെസ്പെക്റ്റിനെ പോലും ബാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അനുമോളുടെ ആ ഒരു വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പറഞ്ഞിട്ടും ആ കണ്ടസ്റ്റൻറ്റ് അതിൽ ഉറച്ചു നിന്നിട്ടും ബിഗ് ബോസ് അവരെ അവിടെ തുടരാൻ അനുവദിച്ചു, അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെ ഭാഗത്ത് സത്യമുണ്ട് എന്ന് ബിഗ് ബോസ് തന്നെ തെളിയിക്കുന്ന തരത്തിലാണ് അനുമോൾ ഇപ്പോഴും അവിടെ നിർത്തിയിരിക്കുന്നത്. അതിപ്പോഴും എന്തുകൊണ്ടാണ് എന്നുള്ളത് പല പ്രേക്ഷകർക്കും ഒരു സംശയം തന്നെയാണ്. കാരണം അങ്ങനെ ഇത്തരത്തിലുള്ള അലിഗേഷൻസൊക്കെ നടത്തുന്ന കണ്ടസ്റ്റൻസിനെ സ്പോട്ടായി എവിക്റ്റ് ചെയ്യുകയല്ലേ വേണ്ടത്. ഇതിപ്പോൾ കഴിഞ്ഞ സീസൺ എടുക്കുന്ന സമയത്ത് മറ്റ് 2 കണ്ടസ്റ്റൻസ് ഉണ്ട്, അവർ ഇതിലും മോശമായി ഒരുപാട് കാര്യങ്ങൾ പറയുകയും അശ്ലീല ചൊവ്വയോടുകൂടിയുള്ള സംസാരവും അത്തരത്തിലുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ക്ലിപ്സൊക്കെ ടെലികാസ്റ്റ് ചെയ്ത
ബിഗ് ബോസ് എന്ന ഈ ഷോയ്ക്ക് ഈ ഒരു സീസണിൽ മാത്രം ഇത്രയധികം പ്രോഗ്രസീവ് തോട്ട്സ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളതും. കാരണം ഈ പുതപ്പിനിടയിൽ 2 കണ്ടസ്റ്റൻസ് ഉമ്മ വച്ചു അല്ലെങ്കിൽ ചുംബിച്ചു എന്നതുകൊണ്ട് ഇപ്പോൾ ആകാശം ഇടിഞ്ഞു വീഴാനോ അല്ലെങ്കിൽ ലോകം അവസാനിക്കാനും ഒന്നും പോകുന്നില്ല. കാരണം ഹിന്ദി ബിഗ് ബോസുകളിലൊക്കെ ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പല ചാനലുകളിലും പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ എന്തോ ഒരു അപരാധമാണ് എന്ന തരത്തിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ നിർത്തിപ്പൊരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവർ കണ്ട കാര്യം കണ്ടില്ല എന്ന് വരുത്തി തീർക്കാനായി ശ്രമിച്ചത് കൊണ്ടോ യാതൊരുവിധ കാര്യവും ഇല്ല. അനുമോളിപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ മഹാനടനാണ്, ഈ ഒരു ഷോയുടെ ഹോസ്റ്റാണ്, മലയാളത്തിൻ്റെ ഇതിഹാസ താരരാജാവാണ്, മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ്, എല്ലാം ശരിയാണ് എന്ന് കരുതി താൻ കണ്ട ഒരു കാര്യം ഒരു മഹാനടന് വേണ്ടി തൻ്റെ നിലപാട് മാറ്റി പറയേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അനുമോള് പറഞ്ഞതാണോ ശരി അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുന്നതാണോ ശരി എന്നത് എനിക്കിപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ അനുമോളുടെ ആ ഒരു സ്റ്റാൻഡ്, ഇപ്പോൾ ലാലേട്ടന് വേണ്ടി തൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ഡിസിഷൻസും തൻ്റെ നിലപാടുകളൊന്നും മാറ്റേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അതിപ്പോൾ എത്ര വലിയ മഹാനടനായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര വലിയ കൊമ്പത്തെ രാജാവാണെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ പോലും നമുക്ക് ശരി അല്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യം ഒരിക്കലും കണ്ടില്ല എന്ന് പറയരുത്. നമ്മൾ കണ്ട കാര്യമാണെങ്കിൽ അത് കണ്ടു എന്ന് തന്നെ പറയുക. അല്ലെങ്കിൽ അനുമോൾ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ താൻ കണ്ടു എന്ന് പറയുന്ന തൻ്റെ നിലപാട്, ആ നിലപാടിൽ അനുമോൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് വീട്ടുകാരിൽ പലർക്കും ഇപ്പോഴും അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അനുമോൾ ലാലേട്ടനെ അപമാനിച്ചു എന്നുള്ള തരത്തിലുള്ള വിഷയങ്ങൾ. അത്രയ്ക്ക് അങ്ങോട്ട് ലാലേട്ടനെ അപമാനിക്കത്തക്ക തരത്തിൽ യാതൊന്നും അനുമോൾ ചെയ്തിട്ടില്ല എന്നതാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. സോ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.